അങ്ങനെ കാത്തിരുന്ന് നമ്മളുടെ ആമ്പലിൽ ആദ്യമായിട്ടൊരു പൂ ഉണ്ടായിട്ടോ. ഞാനിങ്ങനെ പണ്ട് മുതലേ കുറേ ചെടി നടാറുണ്ട്, പൂ വിരിയുമ്പോൾ സന്തോഷമാണ്. പക്ഷേ ഈ ഒരു ആമ്പലൊന്നും ഇതുവരെ നട്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇതിലൊരു നട്ടിട്ടൊരു പൂ ഉണ്ടായപ്പോൾ എനിക്ക് ഇരട്ടി സന്തോഷമാണ്. ഞാൻ ഫോട്ടോ എടുക്കണു, എനിക്കിത് തന്നത് കടൽമാടന്ന് ഞാൻ പറഞ്ഞില്ല, അമ്മായി തന്നിട്ടുണ്ടായിരുന്നു. സിന്ധുമ്മയ്ക്ക് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു, അതേപോലെ തന്നെ ഏട്ടനെ അയച്ചു കൊടുത്തു, സ്റ്റാറ്റസ് ഇടുന്നു. അയ്യോ ഭയങ്കര സന്തോഷം. ഒരു പൂ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കണ്ടോ, ആ പൂ വിരിഞ്ഞെത്തിയപ്പോഴത്തേക്കും താഴ്ന്ന് പുതിയ മുട്ട് വരുന്നുണ്ട്. ഞാനന്നൊരു 3-4 തൈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതിൽ വേറൊരു തൈയിലും കൂടെ ചെറിയ മുട്ടൊക്കെ വരുന്നുണ്ട്. നല്ല രസമുള്ള നല്ലൊരു റോസ് കളർ കേട്ടോ, നല്ല ഭംഗിയുള്ള പൂവാണ്. അതിലിങ്ങനെ എന്താ നല്ല പ്രത്യേക രസമാണ്. വെള്ളത്തിലിങ്ങനെ കുറേ ഇല നിൽക്കുന്നു, അതിൻ്റെ മേലൊരു പൂ നിൽക്കുന്നു, പിന്നെ ചുവട്ടിൽ മീൻ, തവള, നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. എന്താ അമ്മ ചക്കിരയുടെ എവിടെ ഇതോ കണ്ടെന്നാലും മതി. എവിടെ അമ്മ നാശാക്കല കുഞ്ഞാ. ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ പറ നിച്ചുട്ടാ, ഹലോ പറ, ഒന്ന് പറ. ആ ഹലോ ഹലോ താര പോണം നോക്ക്, ഞങ്ങള് വീഡിയോ എടുക്കാവിടെ. അപ്പൊ നമ്മള് ഇന്ന് എന്റെ ആമ്പല് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. നമ്മള് അന്ന് അതിന്റെ കുളം ഉണ്ടാക്കണൊക്കെ കണ്ടില്ലേന്നോ. അപ്പൊ ആമ്പൽ ഇപ്പൊ നല്ല ഭംഗിയിൽ വിരിഞ്ഞിട്ടുണ്ട്, ഒരു മുട്ടൊക്കെ ഉണ്ട്. ഇതെന്താന്നറിയോ, തരുമോ ജിഞ്ചാത് ഇതെന്താണെന്നറിയോ, ഞാൻ ആമസോണിൽ നിന്ന് ചെടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ അഗ്ലോണിമേന്റെ ഒരു വെറൈറ്റി അഗ്ലോണിമേന്റാണ്. അപ്പൊ അത് വന്നിട്ടുണ്ട്. ഇനി വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വരാണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് രാവിലെ ചെടി എന്തായാലും പൊട്ടിച്ചേക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കാന്ന്. കാരണം കൊറിയറിലൊക്കെ വരുമ്പോ ഇതിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. പൊട്ടിക്കാം നമുക്ക് അംശത്താ. അപ്പൊ അത് ഇങ്ങനെ സെക്യൂർ ആയിട്ടുള്ള പാക്കിലൊക്കെ വന്നിട്ടുള്ളത്. ഗാർഡനാട്ടോ, അവിടെ നിന്ന് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓ ഇത് ചെടി കുഞ്ഞാ. ചെടി നിനക്ക് നുള്ളി പറക്കണ്ടേ? ഇവന്റെ തന്നെ പരട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം നല്ലൊരു ഭംഗിയുള്ള ചെടി മേടിച്ചിട്ടുണ്ടായിരുന്നേ, നല്ലൊരു പൂവിന്റെ ഒറ്റ പറക്കല്. അതേപോലെ തന്നെ വേറെ ആദ്യമായിട്ട് പൂ വിരിയായിരുന്നു. എനിക്ക് സങ്കടം വന്നു. പൂ വിരിഞ്ഞു ഒരു 10 മണിയായപ്പോഴത്തേക്കും അവനെ നുള്ളി പറിച്ച് താഴ്ത്തു. അവനിങ്ങനെ കൈ ഇങ്ങനെ പൊരി കിട്ടോ, എന്തേലൊക്കെ ഇങ്ങനെ പറിച്ചോണ്ടിരിക്കണം. ജനിച്ചു എന്റെ ചെടികളൊക്കെ എന്താ, അയ്യോ ഞാൻ തന്നെ ഒരു കുഴപ്പമില്ലാത്തവരല്ല ഞാൻ കീറി. ഇതെന്താ കുഞ്ഞാ, നല്ലോണം മുറിച്ചില്ലെങ്കിലേ ശരിയാവില്ല. ഈ അഗ്രോണിമേക്കൊക്കെ ഭയങ്കര വിലയാട്ടോ. ഞാൻ ആമസോണിൽ എനിക്ക് കുറച്ച് വൗച്ചർ ഉണ്ടായിരുന്നു കേട്ടോ, അതിൽ മേടിച്ചാണേ. പൈസ കൊടുത്തൊക്കെ ഇങ്ങനെ അത് മേടിക്കുമ്പോ കുഞ്ഞി തൈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേന്നോ, നമ്മള് ഈ ചാനലായിരുന്നു ചാനലപ്പോ അത് ചെടി മേടിച്ചു എന്ന്. അന്ന് ഞാൻ അഗ്ലോണിമേന്റെ തൈക്ക് ഇത്ര മോണം ജിഫിയിൽ വരുന്ന ഈ കുഞ്ഞി പ്ലാസ്റ്റിക്, ഇപ്പൊ എങ്ങടെ തേമ്മ കയറുന്നത്, ആ കുഞ്ഞി പാക്കിന്റെ റേറ്റ് വന്നത് 350 രൂപ. ഞാനപ്പോ അതവിടെ വെച്ചു കേട്ടോ. ആമസോണിലും ഈ അഗ്ലോണിമ പ്ലാന്റ്സിന്റെ റേറ്റ് ഉണ്ട് 450 എന്നൊക്കെ പറഞ്ഞിട്ടോ. ഇതിന്റെ കറക്റ്റ് ഏതാ വെറൈറ്റി നോക്കിയിട്ട് പറയാം. എന്തായാലും 300-400 റേഞ്ച് വരുന്നുണ്ട്. അത് ചെറിയ എത്ര പോകുന്ന പ്ലാന്റ് ഇല്ല, ഇത്ര പോകുന്ന കറക്റ്റ് ഇത്ര പോകുന്ന പ്ലാന്റിനാണ്. കുഞ്ഞാപ്പിയെ അമ്മീതൊന്നും പറക്കല്ലേ, അതിനാണ് അവര് 350 വരുന്നുണ്ട് കേട്ടോ. അതിന്റെ പല വിയറ്റ്നാം റെഡ്, ലിപ്സ്റ്റിക് റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അമ്മേ ഇതാണ് നമ്മുടെ പ്ലാന്റ്. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. വലുപ്പമുള്ളതാകും പിന്നെ കുഴപ്പമില്ല. നമ്മൾ കുഞ്ഞു പ്ലാന്റ് അത്രയും റേറ്റ് കാണുമ്പോ ഓ കിട്ടുന്നില്ലടാ. ചെടിയാണേ എന്താ ഒട്ടിച്ചു വെച്ചിരിക്കുക, കയറിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനെ വരുന്ന സമയത്ത് പ്രശ്നം വരും. പിന്നെ അഗ്ലോണിമ നല്ല നമ്മൾ ഈ പ്ലാന്റ് ശ്രദ്ധിക്കണം. ഞാൻ ഇതിന് മുന്നേ 450 രൂപ വെച്ച് കൊടുത്തിട്ടൊരു പ്ലാന്റ് മേടിച്ചിട്ട് 1 മാസം കൊണ്ട് ഉണങ്ങിപ്പോയി. അത് ഓ ചെടി കുഞ്ഞാപ്പിയേ അവിടെ അവിടെ ചട്ടി കിട്ടണില്ലടാ, ചട്ടിയാടാ അത്. ഇതെന്താ ഇത്ര ടൈറ്റ്? എന്താ വെച്ചാൽ പൊട്ടിപ്പോവാണ്ടിരിക്കാനൊക്കെ ആയിട്ട് നല്ല സേഫ് ആക്കിയിട്ട് അയച്ചിട്ടുണ്ട് കണ്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെടി. അടിപൊളി നിന്നിച്ചിട്ടാ ചെടി കുഞ്ഞാ, ചെടിയാണ്. അമ്മേ വീഴല്ലടാ. ഇത് കണ്ടോ, പോയിട്ട് വരാം. ഇതാ കൊണ്ടുവന്ന ഇത് സംശയപ്പെടില്ല. ചാത്തൊക്കെ പിടിച്ചൊക്കെ മാറ്റിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊല വെട്ടിയും. അപ്പൊ അതിലെന്തോ ആയതാണെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ പിന്നെ സത്യനാരായണ ഡോക്ടർ ECG എടുത്തു. അപ്പൊ അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല.
ഓ ചെടി ചെടി അതിന്റെ ഇത് വേറെ കളറോ ഇങ്ങനത്തെ കൊറേ ഉണ്ട്. വരുവോ ഇനി? വ്യാഴാഴ്ചയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ അഗ്ലോണിമ. ഇതിന്റെ വെറൈറ്റി എനിക്ക് ഓർമ്മ കുറച്ച് ഞാൻ ആമസോണിൽ നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ ഇതിന്റെ കറക്റ്റ് റേറ്റും. അതേപോലെ തന്നെ എന്താ ഉണ്ണിയെ ഇത് ചെടി അധികം നോട്ടൊന്നും വേണ്ട. ഇത് ചെടി ഹായ്. ഇതേപോലത്തെ ചെറിയൊരു പോട്ടും വരുന്നുണ്ട്. എന്റെ അമ്മ പറയട്ടാ. ഇത് ചട്ടി, ഇത് തെർമോക്കോള്, ഇത് ചെടി. ഇതേപോലെ ഇതുണ്ടോ തെർമോക്കോൾ വെച്ചിട്ട് ഈ മണ്ണൊന്നും പോകാണ്ടിരിക്കാനാണ് കേട്ടോ. നമ്മൾ ഓൺലൈനിലൊക്കെ വരുന്ന സമയത്ത് വണ്ടിയിലൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ചെടിക്ക് കുഴപ്പം വരാണ്ടിരിക്കാനാണ്. ഇതേപോലെ തെർമോ ആന്റിയോ ഇന്ത്യയോ തെർമോക്കോള് നീ എന്തിനാ പറയണേ? അപ്പൊ തെർമോക്കോൾ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ പൊളിച്ചിട്ട് എടുത്തിട്ട് എനിക്ക് ചട്ടി മാറ്റി വെക്കണം. ഞാൻ കുറച്ച് നമ്മളെ ചെടികളൊക്കെ നാശമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റി പുതിയ മണ്ണാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നടുമ്പോ കാണിച്ചു തരാം. ഇനി എന്താ പറയാനുള്ളത്? ഇതെന്താ പറയാ? ഇതെന്താ ചോദിച്ചു നോക്ക്. ഇതെന്താ അങ്ങനെ ഒന്നും മറക്കുന്നു വേണ്ട. അതെന്താ? ഇതെന്താ പറ? പൗറാക്കണേ. മിച്ചൂട്ടിന്റെ കണ്ണെവിടെ? മൂക്കെവിടെ? മൂക്ക്. ചുണ്ടെവിടെ? പല്ലെവിടെ? പല്ലോ? ഈയാണ് പല്ല്. നാവെവിടെ? ചെവി എവിടെ? കുമ്പെവിടെ? അയ്യോ കണ്ട്. കൈ എവിടെ? തല എവിടെ? തല അത് കാല്. തല. ഓക്കെ. മുടിയോ? വെരി ഗുഡ്. കൈ വിരലെവിടെ? വിരല്. നഖം. ഓക്കെ ഗുഡ് ബോയ്. പാട്ടോടെ. അപ്പോൾ ഇത് നടാനുള്ള പോട്ടി മിക്സൊക്കെ ഞാൻ മിക്സ് ആക്കി വെച്ചിട്ടില്ല. പക്ഷേ സാധനങ്ങളൊക്കെ കുറേ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതെന്താണെന്ന് വെച്ചാൽ അടക്കേൻ്റെ പൊടിയാട്ടോ. അടക്കേൻ്റെ പൊടി വെച്ചാൽ അടക്കത്തൊണ്ട് പൊടിഞ്ഞിരിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. ഇതെങ്ങനെയാ വെച്ചാൽ ഇവിടെ നമ്മൾ ഏട്ടന്മാരൊക്കെ വീട്ടിൽ പറയാറുണ്ടല്ലോ, അവരിങ്ങനെ കരാറിന് അടക്കത്തോട്ടങ്ങളൊക്കെ എടുക്കും. അപ്പോൾ കുറേ പേരിങ്ങനെ ഒരു 1-2 മാസമൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ അടക്ക പൊളിക്കാനുണ്ടാവും. അപ്പം നമ്മളെ പറമ്പെന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കഴിഞ്ഞ പ്രാവശ്യമാണ് എൻ്റെ മുന്നത്തെ വർഷം. അപ്പോൾ അവർ പൊളിക്കുമ്പോൾ ആ തൊണ്ടുണ്ടല്ലോ അത് അവിടെ കിടന്ന് കുറേ കഴിയുമ്പോൾ ഇതേപോലെ നല്ല പൊടിയായി കിട്ടും കേട്ടോ. നമുക്ക് നല്ല നടാനൊക്കെ നല്ല സുഖമായിരിക്കും. മണ്ണാകുമ്പോൾ ഇങ്ങനെ അളിഞ്ഞ് പൊളിഞ്ഞ് ഒട്ടിക്കില്ല. പക്ഷെ നല്ല വിട്ട് നിൽക്കുന്ന നല്ല പൊടിയായി കിട്ടും കേട്ടോ. നല്ലതാണ്, നല്ലൊരു വളമാണത്. ചെടിയാണൊക്കെ ഭയങ്കര നല്ലതാണ്. നമ്മൾ ചകിരിച്ചോറൊക്കെ എടുക്കില്ലേ മണ്ണ് സെറ്റാവാണ്ടിരിക്കാൻ, അതേപോലെ കേട്ടോ. പിന്നെ ഞാനിങ്ങനെ അഗ്ലോണിമയിൽ കണ്ടു ഇങ്ങനെ വീഡിയോസൊക്കെ നോക്കുമ്പം അതിന് ഏറ്റവും നല്ലത് ഉമിയാണ്. അപ്പം നമുക്കിപ്പോൾ ഇവിടെ ഉമി കിട്ടാനില്ല. ഇവിടെ നിന്നൊക്കെ പോയാൽ കിട്ടും, പക്ഷേ വീട്ടിൽ ഉമി ഇരിക്കുന്നില്ല. അങ്ങനെ ഉമിയാണ് ഏറ്റവും നല്ലതെന്ന് പറയണേ. ചകിരിച്ചോറ് ഇടുമ്പോൾ അഗ്ലോണിമ കേടൊന്നൊക്കെ പോകുന്നിങ്ങനെ 1 വർഷമൊക്കെ നിൽക്കും, അത് കഴിഞ്ഞ് നാശമാവുന്നൊക്കെ കണ്ടു. എന്താ അതിനെപ്പറ്റി എനിക്കറിയാം. ഇതുവരെ അഗ്ലോണിമയിലേക്ക് ഇങ്ങനത്തെ ചെടികളിലേക്ക് അങ്ങനെ വന്നിട്ടില്ല. പൂക്കളുള്ള ചെടിയായിരുന്നു കൂടുതലും ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ എന്തായാലും ഈ സംഭവമാണ് എടുത്തിട്ടുള്ളത്. അടക്കേൻ്റെ ഈ ഒരു തുണ്ടും അതേപോലെ തന്നെ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സാക്കി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തിട്ടുണ്ടാണ്. അത് മണ്ണിങ്ങനെ മിക്സാക്കി വെച്ചേ. അപ്പം ചട്ടിയിലേക്ക് കുറച്ച് ആദ്യം അടിയിലേക്ക് അരിയിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മളെ ഈ ഒരു അഗ്ലോണിമ തൈയിന് അതിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അഗ്ലോണിമ ഒക്കെ നടുന്ന സമയത്ത് അതിൽ മണ്ണിൽ കുറച്ച് സാഫൊക്കെ അല്ലേ നമ്മളെ വളം അതെന്തായിരുന്നു ഫംഗിസൈഡാണ്. അപ്പോൾ അതിട്ട് കൊടുക്കുകയാണെങ്കിൽ കേടൊന്നും വരാണ്ട് വേരിനൊക്കെ നല്ലതെന്നൊക്കെ കണ്ടു. അപ്പോൾ ഇതിലേക്ക് സേഫായി നട്ടിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. നമ്മളെപ്പോഴും കിട്ടിയ പാടെ കുറച്ച് ഏത് ചെടി മേടിക്കുമ്പോഴും കുറച്ച് ദിവസം നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഏതെങ്കിലും തണലത്ത് കൊണ്ടുവെക്കുക കേട്ടോ. എന്നിട്ട് മാത്രമേ ഇതിന് പിന്നെ വെയിലത്ത് വെക്കണ്ട. അല്ലാത്ത ഇപ്പോൾ വെയിലത്ത് വെക്കേണ്ട ചെടിയാണെങ്കിൽ കൂടെ നമ്മൾ ഒന്ന് തണലത്ത് വെച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറേ വെള്ളം ഒഴിക്കണ്ട. പിന്നെ നമ്മൾ നോക്കിയിട്ട് മണ്ണിൻ്റെ നനവൊക്കെ നോക്കിയിട്ട് കുറച്ച് പോയെന്നൊക്കെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചത് അടുത്തത്. അതിന് ശേഷമേ നമ്മൾ വെയിലത്ത് കയറ്റാൻ പാടുള്ളൂ. എൻ്റെ ഫോൺ അടിക്കണ്ടല്ലേ. അങ്ങനെ ചെടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം നമ്മളെ കിളികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതിലൊന്നും കൂടെ കഴിഞ്ഞ ദിവസം ചത്തു പോയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, കൂട്ടിൽ ചത്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളതിനും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ പറ്റിയെന്ന് അറിയില്ല. പിന്നെ നമ്മളവർ ഞാൻ പറഞ്ഞിരുന്നേ മുട്ടയിടും, അത് കൊത്തി താഴിടും. അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പം ആ കാൽസ്യത്തിൻ്റെ കുറവെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കട്ടയെ കൊണ്ടുവച്ചിരുന്നു. പക്ഷെ അത് കഴിച്ചിട്ടും വീണ്ടും അവർ മുട്ടിട്ടിട്ട് താഴേക്ക് കൊത്തിയിടുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ പേര് കറക്റ്റ് ആവായിട്ടാണെന്നൊക്കെയാണ് പറഞ്ഞത്.
അപ്പോൾ ഇനി മുട്ടയിടുന്ന സമയത്ത് ഒന്നിനെ മാറ്റിയിട്ട് വെക്കണം എന്താണെന്നറിയാനായിട്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇതാ നമ്മൾ മീൻകറി ഉണ്ട്, പപ്പടമുണ്ട്, പയറുപ്പേരി ഉണ്ട്, പിന്നെ നമ്മുടെ ചതുരപ്പയറില്ലേ അതിൻ്റെ ഉപ്പേരി ഉണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്. ആവൂലേ തോന്നുന്നുണ്ട്, ഏട്ടൻ ആവൂലിനല്ലേ ഏട്ടൻ വരുമ്പോൾ കൊടുത്താണ് കേട്ടോ, മുക്കത്തുനിന്ന് താമരശ്ശേരി നെറ്റം മേടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ രണ്ടുപ്പേര് എന്താ വെച്ചാൽ ഞാൻ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ ചതുരപ്പയറിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതും എടുത്തു. പിന്നെ അമ്മ സാമ്പാർ വെച്ച് അതും കുറച്ച് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ ഇച്ചുവിന് ഞാൻ കുറേ ആയിട്ട് അവൻ്റെ ഫോട്ടോസ് എടുത്തിട്ട്, അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ആ ചെടീൻ്റെ അവിടെ നിർത്തിയാണ്. അവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കോപ്പറാട്ടിത്തരം കാണിക്കുക. പക്ഷേ രണ്ടും നല്ല ഫോട്ടോസ് കിട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഓരോ ആഴ്ചയിൽ ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നത്, ഇപ്പോൾ കുറേ എടുത്തിട്ട് അങ്ങനെ നിന്നതില്ല, നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും പിടപ്പൊക്കെയാണ്. ഓരോ ദിവസം ഡേ ബൈ ഡേ ഈ വികൃതിത്തരം കൂടി വരികയാണല്ലോ. ഇനി ഞാൻ കുറച്ച് നമ്മളെ വ്ളോഗ് വിത്ത് ശ്രീയിലെ ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ പുരുകം ഞാൻ എടുക്കാനായിട്ട് ഇതേപോലത്തെ റേസറാണ് യൂസ് ചെയ്യാറുള്ളത്. ആദ്യമൊക്കെ ത്രെഡ് തന്നെയാണ്, ചിലപ്പോൾ ത്രെഡ് ചെയ്യും, ഓരോ മൂടുമില്ല. ത്രെഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേദനിക്കും. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അങ്ങനെ ത്രെഡ് ചെയ്യാറില്ല. കാരണം ഒന്നാമത് എനിക്ക് അതിനുള്ള പുരികല്ല, ആകെ കുറച്ചേ ഉള്ളൂ കേട്ടോ, സൈഡ് കണ്ടോ അത്രേ വളരാനുള്ളൂ, അത് എനിക്കെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പ്ലക്കർ യൂസ് ചെയ്യും, കുറേ സമയത്തെ പ്ലക്കർ എടുക്കും, അല്ലെ ഇതേപോലത്തെ റേസർ യൂസ് ചെയ്യും. അപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു നമ്മുടെ ചാമേഴ്സിൻ്റെ എന്താ പറയുക ഐബ്രോ പെന്നാണ് കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കാണണമെങ്കിൽ നമ്മുടെ വ്ളോഗ് വിത്ത് ശ്രീ ചാനലിലുണ്ട്. അപ്പം ഇത് എന്താ വെച്ചാൽ എഴുതി കഴിഞ്ഞാലും ആയില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും അടിപൊളി സംഭവം അത്. എന്തായാലും നമ്മൾ പുതിയൊക്കെ എഴുതിയല്ലേ, അപ്പം നമുക്കൊരു മേക്കപ്പ് വീഡിയോ കൂടെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിനല്ലാണ്ട് കുറച്ച് മേക്കപ്പ് ഐറ്റംസും കൂടെ കാണിച്ചു തരാം. അപ്പം ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഇതാണ് നമ്മുടെ ഡെർമാക്കോയിൻ്റെ ഓയിൽ ഫ്രീ ഡെയിലി ഫേസ് മോയ്സ്ചറൈസർ. ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്ന് ഉണ്ട്, ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാം. ഒരിക്കലും വീഡിയോ ചെയ്യാം, ഞാൻ എന്തൊക്കെയാണ് പറയണം. അപ്പം ഇതുണ്ടല്ലോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഞാൻ ഈ ഒരു ഫേസസ് കാനഡേൻ്റെ ഫേസ് ഇല്ലുമിനേറ്റർ ഉണ്ടല്ലോ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് ഉണ്ടല്ലോ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താ പറയുക, നല്ല ഒരു ഹൈലൈറ്റർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ആ ഒരു ഭാഗം നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യണമുണ്ട്. രണ്ടും കൂടെ എന്ന് പറയട്ടെ, ഒരു ഒന്ന് 3-in-1 എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യാം, ഒരു മോയ്സ്ചറൈസറെ പോലെ യൂസ് ചെയ്യാം, ഒരു ഹൈലൈറ്ററായിട്ടും അങ്ങനെ യൂസ് ചെയ്യാം. കണ്ടോ ഈ ഒരു ഫേസിനൊരു നാച്ചുറൽ ഒരു ഉള്ളിൽ നിന്നുള്ള ഗ്ലോ തോന്നുന്നുണ്ട്. അടിപൊളി സാധനം, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ നല്ല കുറച്ച് ഐറ്റംസ് ഇഷ്ടപ്പെട്ടാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അത് രണ്ടും നല്ല രസമുണ്ട്, എന്താണെന്നറിയില്ല. ആ ഒരു പുരുക എഴുതുന്നതാണെങ്കിൽ നല്ല കിടുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. എഴുതി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അങ്ങനെ തന്നെ പുരുകത്തിൽ നിൽക്കുന്നുണ്ട്, അത് ഭയങ്കര വലിയ കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ബ്ലാക്കും ബ്രൗണും ആ ഒരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഒക്കെ ഞാൻ ആമസോണിലാണ് മേടിച്ചിട്ടുള്ളത്. ഡിസംബർ 12 മുതൽ 17 വരെ ആമസോണിൽ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ എടുക്കുകയാണെങ്കിൽ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ ടോപ്പ് ബ്രാൻഡ്സിലൊക്കെ നമുക്ക് മിനിമം 40% വരെ ഓഫ് കിട്ടുന്നുണ്ട്. പിന്നെ കണ്ണെഴുതാൻ ഞാൻ നമ്മുടെ നോർമൽ മെബ്ലൈൻ്റെ കൊളോസൽ ആ ഒരു കാജലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഡീപ്പ് ബ്ലാക്ക് കളർ എന്നൊരു കാജലാണ്, മിക്കവാറും എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. അങ്ങനെ സ്മച്ച് പ്രൂഫ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ യൂസ് ചെയ്യുന്നത് ഒരു ഫേസസ് കാനഡേൻ്റെ ഐലൈനറാണ് കേട്ടോ. ഇതും ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇതാണെങ്കിലും നമ്മൾ ഈ ചില ഐലൈനറൊക്കെ എഴുതി കഴിയുമ്പോൾ പിന്നെ വൈകുന്നേരം തുടക്കെഴുകണ സമയത്ത് കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ ഭയങ്കര ഒരു കാട്ടാളി എന്താ പറയുക കറുത്ത് ഇങ്ങനെ ഇരിക്കില്ല, ആ ഒരു ഡാർക്ക് കളറാണ്. പക്ഷേ ഇത് ഇട്ട് ഞാൻ അങ്ങനത്തെ പ്രശ്നമില്ല, കാരണം അത് ഇങ്ങനെ ഒരു പൊളിഞ്ഞു പോകുന്ന പോലത്തെയൊക്കെ ഇല്ലേ അതേപോലെയാണ്, ഇങ്ങനെ പരന്ന് നാശാവല്ല, അല്ലാത്തൊരു മോഡലാണ്. ഒരു ഗ്ലോസി ടൈപ്പാണ്. ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ വീണ്ടും നിൽക്കുന്നുണ്ട്, അതൊരു ചെറിയ പ്രോബ്ലമായിട്ട് കാണുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു നമ്മുടെ ഫേസസ് കാനഡൻ്റെ ഒരു മാഗ്നറ്റൈസ് നമ്മുടെ മസ്കാരയാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. നമ്മളെ ലാഷസ് ഉണ്ടല്ലോ നല്ലോണം കണ്ണിൻ്റെ പീലി നല്ലോണം വിടർന്ന് നല്ല ഭംഗിയിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കും. നമുക്കിങ്ങനെ ഒരു ഉണർവൊക്കെ തോന്നില്ലേ, കണ്ടോ നമ്മുടെ കണ്ണിൻ്റെ സൈസ് കുറച്ചും കൂടെ അങ്ങനെ ബിഗ്ഗായിട്ട് തോന്നും, നല്ല വലിപ്പത്തിൽ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ മസ്കാര നല്ല രസമുള്ള സംഭവം തന്നെയാണ്. ഇത് ആ ഡിഫറൻസ് ഉണ്ട് രണ്ട് കണ്ണിൻ്റെ, അത് അടിപൊളിയാണ്. അപ്പം എന്തായാലും ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതുപോലെ തന്നെ വേറെ ഒന്നും ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഏതിൻ്റെയാന്ന് കിട്ടുന്നല്ലോ, ലാക്മേൻ്റെ ആണോ എപ്പോഴും ഒന്ന് വേറെ ഒന്നുണ്ടായിരുന്നു, ഹൈപ്പർ കേൾ മസ്കാര എന്നൊരു സംഭവം, മെബലൈൻ്റെ തന്നെ, അത് അടിപൊളിയാണ്, അതും നല്ല സൂപ്പറായിട്ടുള്ള സാധനമാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഉപയോഗിക്കുന്ന കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ലിപ് ലൈനറാണ്. ഇത് സ്വിസ് ബ്യൂട്ടിൻ്റെ ലിപ് ലൈനറാണ്. ഒന്നിന് 48 രൂപ റേറ്റ് ഉള്ളൂ. ഇത് മിനിമം 2 എടുക്കണം അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഒന്ന് സ്വന്തം എടുത്തിട്ട് ഒന്ന് വല്ല ചേച്ചിക്കോ അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാം, കാരണം ഇത് മെല്ലെ തീരുള്ളൂ. ലിപ് ലൈനർ ഒന്നും അങ്ങനെ പെട്ടെന്ന് തീരില്ലല്ലോ. പിന്നെ ഒക്കെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അതിൻ്റെ എക്സ്പയർഡ് ആയിപ്പോവും. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ പുതുതായിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ലവ് ചൈൽഡ് മസബ അങ്ങനത്തെ ഒരു ബ്രാൻഡാണ്. ഇതുവരെ ഞാൻ ഒരു ബ്രാൻഡ് ട്രൈ ചെയ്തിട്ടില്ല.
പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കളറാണ് കേട്ടോ. ഇതേപോലെ ന്യൂഡ് പിങ്ക്, അങ്ങനത്തെ പിങ്ക് ന്യൂഡോ ന്യൂഡ് പിങ്കറ്റാണ് ഇതിൻ്റെ ഷെയ്ഡ്. എന്തായാലും ഏതാണെന്നുള്ളത് ഞാൻ കൊടുക്കാം, നോക്കിക്കോളട്ടോ. ഇതിൻ്റെ ന്യൂഡ് പിങ്കും ഉണ്ട്, പിങ്ക് ന്യൂഡും ഒക്കെ വരുന്നുണ്ട്, ഏകദേശം ഒരേപോലെയാണ് വരുന്നത്. അപ്പം ഇത് നല്ല അടിപൊളി ഷെയ്ഡാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് സ്മട്ട് പ്രൂഫ് ഒന്നുമല്ല, തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് പരത്തി കഴിഞ്ഞാൽ പരന്ന് പോകട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മൊത്തത്തിൽ മേക്കപ്പ് ഇട്ട ആ ഒരു മുഖം ഇങ്ങനെ ഇരിക്കുന്നു. നമുക്കൊരു പൊട്ടും കൂടെ എന്തായാലും ഇത്രയും മേക്കപ്പ് ഇട്ടാലേ. അപ്പോൾ ഈ ഒരു പൊട്ടും കൂടെ തൊട്ടെടുക്കുന്നുണ്ട്. സ്ഥിരം വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പൊട്ട്, ഐടെക്സ് പല്ലവി കുങ്കും സ്പോട്ട് 2-in-1. അപ്പം 2-in-1 വേണം അതങ്ങനെ. അപ്പോൾ ഈ ഒരു പൊട്ടും കൂടെ ഇട്ടെടുത്താൽ ഇതേപോലെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതാ വേണ്ടത് വെച്ചാൽ ചെക്ക് ചെയ്ത് മേടിച്ചോളൂ. അപ്പോൾ ഈ ഒരു നെയിൽ പോളിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ L18 ആണ് നെയിൽ പോളിഷ്, നെയിൽ പോപ്സ് ആണ്. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. അപ്പം അതാണ് ഈ ഒരു നെയിൽ പോളിഷ്. എന്തായാലും എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ. അങ്ങനെ വീഡിയോ എടുക്കലിൻ്റെ പരിപാടി കഴിഞ്ഞ് വൈകുന്നേരം കുറച്ച് നേരം മുറ്റത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലാണ് കൂടുതലും ചെടീൻ്റെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് ഇറങ്ങുക. ഇപ്പോൾ കമ്പിളിപ്പുഴുക്കൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പറമ്പേക്ക് പോയി കഴിഞ്ഞാൽ പറമ്പിൽ നമ്മൾ മരുന്നടിച്ചിട്ടുണ്ടായിരുന്നു, വെട്ടിയിട്ടുണ്ട്, മരുന്നടിച്ചിട്ടുണ്ട്. പക്ഷെ ചിലത് ഇങ്ങനെ വളർന്ന ചെടിയിൽ ഇങ്ങനെ പോയി നോക്കുമ്പോൾ കൂട്ടായിട്ടാണ്. നമ്മൾ എന്താണെന്ന് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ അത് മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങണ പുഴുക്കൾ പ്രസവിക്കാൻ വിട്ടിട്ട് എന്തായാലും വിരിഞ്ഞിറങ്ങണ സമയമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിറച്ചും ഇങ്ങനെ കിരികിരി ഓന്നുണ്ട് കമ്പിളി പുഴുക്കൾ. ഭയങ്കര ശല്യം എന്ന് വെച്ചാൽ ഭയങ്കര ശല്യം. എൻ്റെ ഇപ്പോൾ കുറേ ആയിട്ടാണ് ഈ ഒരു ചെടികളിലൊക്കെ പൂവായി തുടങ്ങിയത്, തെച്ചിയിലും നമ്മളെ ചെടികളിലൊക്കെ. പക്ഷെ അതിന് മുന്നൊന്നും എപ്പോഴും എനിക്ക് ആകെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്ന ആന്തൂറിയാണ്. എന്നെ നിരാശപ്പെടുത്താണ്ടിരുന്ന സാധനം ആന്തൂറിയാണ്. സ്ഥിരമായിട്ട് എങ്ങനെയാണെങ്കിലും പൂ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നല്ല ഭംഗിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ പുതിയ തളിരില വരിക, പുതിയ പൂ വരുമ്പോഴേക്കും വന്നിട്ട് പുഴുക്കളുണ്ടാവും. ഇങ്ങനെ എനിക്ക് എപ്പോൾ നോക്കിയാലും അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് കൊല്ലലാവണം കേട്ടോ ഈ കമ്പിളിപ്പൂവിനെ. പക്ഷേ വന്ന് കഴിഞ്ഞ് ചിലപ്പോൾ രാവിലെ ആകുമ്പോൾ നോക്കുമ്പോൾ ഉണ്ടാവും പൂവിൻ്റെ പകുതിയൊക്കെ ഇങ്ങനെ ഫുൾ തിന്നു വെച്ചിട്ടുണ്ടാവും. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് വേറെ ഏത് പൂ കഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ആന്തൂരി വെച്ചാൽ അങ്ങനെ പെട്ടെന്നൊന്നും പൂവില്ല. ഒരു പൂ വരും, അതങ്ങനെ കുറേ കാലം നിൽക്കും, പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതല്ലല്ലോ. പക്ഷേ അപ്പോൾ അതിങ്ങനെ തിന്ന് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇങ്ങനെ എന്തായാലും എനിക്ക് ദേഷ്യം വരും. ഞാൻ എന്നിട്ട് ഇങ്ങനെ എപ്പോഴെപ്പോഴും പോയി നോക്കും, എന്നിട്ട് കാണുന്നതിന് അരച്ചരച്ച് കൊല്ലും കേട്ടോ. എനിക്കൊരു ദയം തോന്നാറില്ല. പിന്നെ നമ്മളെ ഇതൊക്കെ പുതിയ ചെടികളാണ്, ഇതിലൊക്കെ നല്ല പൂക്കളുണ്ട്. ഈ ചെടി നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ കൊമ്പ് എങ്ങനെയാണ് പിടിപ്പിക്കുക എന്നുള്ളൊരു ഐഡിയ വന്നിട്ടുണ്ട്. ഞാനിതിന് കൊമ്പ് മുറിച്ച് വെക്കണതൊക്കെ അളിഞ്ഞ് ചീഞ്ഞ് പോകട്ടോ, ഒരു രക്ഷയില്ല, അത് പിടിച്ച് കിട്ടുന്നില്ല, എന്താണെന്നറിയില്ല. ബോഗൺവില്ലയൊക്കെ ഇപ്പം എന്തായാലും പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ എന്തായാലും വെയിൽ വേണം. ഇപ്പം ഫുൾ മഴയായിരുന്നല്ലോ, അപ്പം മഴയൊക്കെ മാറി ഒന്ന് വെയിലും ചൂടൊക്കെ ആയി വന്നു. അങ്ങനെ ആയപ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ വിരിയാൻ തുടങ്ങി കേട്ടോ. മിക്കവാറെല്ലാം തെച്ചൊക്കെ ഇങ്ങനെ ശുഷ്കിച്ചിരിക്കുക. ഞാൻ ചോദിച്ചത് എൻ്റെ തെച്ചിക്ക് എന്താ പറ്റിയ വിരിയാത്തതെന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു. പൊതുവേ ഒരു ചെടിയിലും കാര്യമായിട്ട് പൂ ഉണ്ടായിരുന്നില്ല, ആകെ ആ ഒരു ആന്തൂറിയം മാത്രമേ പൂക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പറ്റിയെന്ന്. പക്ഷേ പ്രശ്നം അതായിരുന്നു, വെയിലില്ലാത്തത് കൊണ്ട്. പക്ഷേ ഇപ്പൊക്കെ വിരിയാൻ തുടങ്ങി. കൈ കെട്ടി നടക്കുക, കൈ കെട്ടി ഇങ്ങനെ 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 ഇങ്ങോട്ട് അങ്ങോട്ട് നേരെ പിടിക്ക്, നേരെ പിടിച്ച് നടക്കും. അമ്മ നോക്ക്. ഇതൊക്കെ ഞങ്ങൾ ആ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്ന പെടാപ്പാടുണ്ടോ. അപ്പോൾ അവർ റോട്ടിൽ കൂടെ അരയ്ക്കുക പോകുമ്പോൾ അവനിങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. എല്ലാവരും വിളിച്ച് അവന് ഹായ് ഒക്കെ പറയണം. അങ്ങനെ റോട്ടിൽ കൂടെ പോകുന്നവരോടൊക്കെ വിളിച്ച് അവൻ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ നമ്മളെ മീനുകൾ ഇതങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഓറഞ്ച് മീനുകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് പ്രസവിച്ചിട്ടുണ്ടായിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. അവരുടെ അമ്മയാണ് ആ ബേക്കിലൂടെ പോകുന്ന കുറച്ച് വലിയ വലിപ്പമുള്ള പാല് കണ്ടോ, ആ ബേക്കിൽ കാണുന്നത് അതിൻ്റെ കുട്ടികളാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനത്തെ ഒരു 4 വേറൊരു ഗപ്പീൻ്റെ സൈസ് 4 ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്ന് സാധാ ഗപ്പിയും ചത്തുപോയി. പിന്നെ ആ ഒരു ഓറഞ്ച് വാറുള്ള മീനില്ല, അതിൻ്റെ പേരും ഗപ്പിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, അതാണോ സംശയമുണ്ട്. അതിൻ്റെ 3-4 ഉണ്ടായിരുന്നു, അതും 3 ചത്തുപോയിട്ട് 1 ബാക്കി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു 1 മറ്റേ 3 ഉണ്ടായിരുന്നല്ലോ, അതിൽ തന്നെ ഉണ്ടായതായിട്ടുള്ള കുട്ടികളാണ്. കുറേ കുട്ടികളുണ്ടായി. അങ്ങനെ ഉണ്ടായതാണ്. ഒരു ഒറ്റ പ്രസവത്തിലൊക്കെ കുറേ മീനുണ്ടാവും, 20 മീനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉള്ളതിനെ കുറേ എണ്ണത്തിന് പിടിച്ചിട്ട് എന്ത് ചെയ്യും, കുളത്ത് കൊണ്ടിടും. അപ്പോൾ അതൊന്നും കുറേ മീനുകളുണ്ടായി. അങ്ങനെ ഇപ്പോൾ കുറേ ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. ഇനി ചേച്ചി വരുമ്പോൾ കുറച്ച് മീനിനെ പിടിച്ചുകൊണ്ട് പോകണമെന്ന് പറയുന്നുണ്ട്, ഗപ്പീനെ. അപ്പോൾ ഞാൻ നല്ല ഭംഗിയുള്ള മീനൊക്കെ കാണുമ്പോൾ കുറച്ച് എനിക്കിഷ്ടം തോന്നുന്നതിനെ പിടിച്ചിട്ട് ഈ ഇതിലേക്ക് കൊണ്ടിടും. നമ്മളെ ചെറിയ അക്വാറിയമുണ്ടല്ലോ, മിനി അക്വാറിയത്തിൽ കൊണ്ടിടും. അങ്ങനെ കുറച്ചെണ്ണത്തിനെ ഗ്ലാസ്സിലൊക്കെ പിടിച്ചിടും. അങ്ങനെ ഓരോ പരിപാടികൾ, വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അത് അച്ഛനവിടെ രാവിലെ പത്രം കഴിക്കാൻ സമയം കിട്ടിയില്ല. അപ്പം വൈകുന്നേരം
വന്നിട്ട് പത്രം വായിക്കുകയാണ്. നിച്ചുണ്ടെങ്കിൽ കണക്കാണ്. അവൻ പത്രം ഒന്നും നമ്മൾ കണ്ണ് തട്ടി കഴിഞ്ഞാൽ ചീന്തും. അവനെ ഫുൾ ചീന്തി കളിക്കും, നശിപ്പിക്കും. പിന്നെ ചീത്ത പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കാര്യമില്ല, അവൻ അവൻ്റെ വികൃതി കാട്ടിക്കൊണ്ടേയിരിക്കും. ആര്? ഡാലു? ലാലു എന്നാരെ വിളിക്കുക? ലാലു എന്നാരെ വിളിക്കുക? മമ്മിയോ? നീ ചൂടൻ്റെ പേര് പറയൂ. അതൊക്കെ ഞാൻ കണ്ടു. പുഴു അതാ പറയണത്. നോക്കണം നോക്കണം എന്ന്. കണ്ടോ കമ്പിളി പുഴു? അമ്മേ കടിക്കട്ടെ. കൊല്ലാനല്ലേ? ഓക്കെ. അമ്മീ കടിക്കട്ടെ നിച്ചൂടെ. ഊതേ? ഊതിയാലെന്നാ പോല. ഇനി നമ്മൾ ഒറിഗാനോ പൗഡറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളായിരിക്കും അതെന്ത് പൗഡറാണ്, കുറേ പേർക്ക് അറിയണ്ടാവും, പക്ഷേ കുറേ പേർക്ക് അറിയണ്ടാവില്ല. കാരണം നമുക്കങ്ങനെ പരിചയമുള്ള സാധനമല്ല. എനിക്കിത് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ആ വീഡിയോ എടുക്കണില്ല, ആ സെയിം ദിവസമാണ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ അറിയണത്. എന്താ വെച്ചാൽ എനിക്ക് പിസ്സ കഴിക്കാൻ എങ്ങനെ ആഗ്രഹമായപ്പോൾ പെട്ടെന്ന് ഞാൻ പിസ്സേൻ്റെ റെസിപ്പിയൊക്കെ എടുത്ത് നോക്കി. അങ്ങനെ അതിൽ ഈ ഒരു ഒറിഗാനോ പൗഡർ ചേർക്കണത് കണ്ടു. അപ്പോൾ അതിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ട്, എങ്ങനെ ഇത് ഉണ്ടാക്കാന്നുള്ള വേറൊരു വീഡിയോയും കൂടെ കണ്ടു, ഒറിഗാനോ പൗഡർ. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് നമ്മുടെ സാധാ പനിക്കൂർക്കല്ലേ, നമ്മുടെ ജലദോഷത്തിനൊക്കെ കുട്ടികൾക്ക് കൊടുക്കില്ലേ, ആ ഒരു പനിക്കൂർക്കലും പിന്നെ നമ്മുടെ തുളസി, രാമതുളസിയോ നല്ല മണമുള്ള തുളസി, അല്ലെങ്കിൽ നമ്മൾ സാധാ തുളസി എടുത്താലും മതി. അതിൻ്റെ കതിരൊക്കെ കൂടെ ചേർത്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ എയർ ഫ്രയറിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് സാധാ നമുക്കിത് വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കിയാൽ മതി. ഇവിടെ വെയിൽ കുറവുണ്ട്, അതേപോലെ കുറച്ച് സമയം എടുക്കും. ഇതാകുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ വേണ്ടിയിട്ട് ഉണങ്ങി ഇതേപോലെ മുരിഞ്ഞ് കിട്ടാനായിട്ട്. ഇതാകുമ്പോൾ നമുക്കൊരു 10 മിനിറ്റിൽ പരിപാടി കഴിയും. അപ്പോൾ ഇതെല്ലാം കൂടെ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഇതുപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് നല്ലോണം പൊടിഞ്ഞ് കിട്ടുക. ഞാൻ ഫസ്റ്റത്തെ ആക്കിയതിൽ ഒരു 5-6 മിനിറ്റ് വെച്ചപ്പം തുളസി അതേപോലെ നല്ല മുരിഞ്ഞ് കിട്ടി. പക്ഷെ നമ്മുടെ ഈ ഇല ഉണ്ടല്ലോ പനിക്കൂർക്കൽ അതേപോലെ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും പനിക്കൂർക്കലിൻ്റെ ഇല മാത്രം വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വെച്ചപ്പോൾ ഇതേപോലെ നല്ല പൊടിയായി കിട്ടിയിട്ട് ഉണങ്ങിയിട്ട് പിന്നെ ഒരു നല്ല സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈറ്റായിട്ടുള്ള പാത്രത്തിലിട്ടിട്ട് അത് അടച്ചു വെച്ചു. ഏതേലും കാലത്തിന് പിസ്സ ഉണ്ടാക്കുകയാണെങ്കിൽ ഇടാമല്ലോ. പിന്നെ ഒരു രസം തോന്നിട്ട് ഉണ്ടാക്കിയതാ, എളുപ്പമായിരുന്നല്ലോ, അതുകൊണ്ട് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ആക്കുമ്പോൾ അതിൽ എങ്ങനെയെന്നറിയില്ല, നല്ല ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്, ഒരു ഫ്ലേവർ ഐറ്റമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ 7 ഡേയ്സിൽ പോയപ്പോഴും ഞങ്ങൾ നോക്കി, അപ്പോഴും ഈ ഒറിഗാനോ പൗഡറൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇതേ സെയിം സ്മെല്ലൊക്കെ തന്നെയാണ് ആ ഒരു വേടിക്കുന്ന ഒറിഗാനോയ്ക്കും വരുന്നത്. എത്ര പല്ലുണ്ട്? എത്ര പല്ലുണ്ട്? അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ 6 ദിവസം. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു. നിച്ചോട്ടിനൊരു മുട്ട പൊരിച്ചു കൊടുത്തു. അവന് മുട്ട പുഴുങ്ങി കൊടുത്താൽ വലിയ താല്പര്യമില്ല, തീരെ കഴിക്കില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് മുട്ടയൊക്കെ കഴിച്ചോട്ടെ ചേട്ടേ. ഡോക്ടർ ചെല്ലുമ്പോൾ ചോദിക്കും മുട്ട കൊടുക്കാമല്ലോ നോക്കുമ്പോൾ അവൻ കഴിക്കണ്ടേ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പൊരിച്ചു കൊടുത്താൽ പിന്നെയും കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇതേപോലെ ഒന്ന് നന്നായിട്ടിങ്ങനെ മുരിച്ചെടുക്കില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വേവുമല്ലോ, സാധനം വേവും, പക്ഷേ മുരിഞ്ഞ് അങ്ങനെ ആവില്ല. മുരിയല്ല, ഭയങ്കരമായിട്ട് കുറേ നേരം ഓവർ കുക്ക്ഡ് ആകുമ്പോൾ അവൻ ചവച്ചോണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒന്ന് നല്ല വേവിച്ചിട്ട് അവനും ഭക്ഷണം കൊടുത്തു, പിന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഇതേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ദിവസം. എന്തായാലും ബൈ.